ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റേസേഴ്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, സഹകരണ എക്സാം അതിപ്പോൾ PSC ആണെങ്കിലും കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് അതായത് CSCB എക്സാം ആണെങ്കിലും മാറ്റി നിർത്താൻ കഴിയാത്ത പ്രധാന ടോപ്പിക് അല്ലെങ്കിൽ പ്രധാന ഒരു സബ്ജക്റ്റ് ആണ് കോപ്പറേറ്റീവ് ലോയെ. ആ കോപ്പറേറ്റീവ് ലോയിലെ പ്രധാന ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കോപ്പറേറ്റീവ് ലോയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. KCS ആക്ട് ചാപ്റ്റർ 6 ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ് KCS ആക്ട് ചാപ്റ്റർ 6ന്റെ പ്രധാന സവിശേഷതകൾ? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഹെഡിങ് ഇതാണ്: സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് സഹകരണ സൊസൈറ്റികൾക്ക്, സഹകരണ സംഘങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള സഹായം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അത് ഏത് രൂപത്തിലാണ്, ഏതൊക്കെ രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ, ഒരു സഹകരണ സൊസൈറ്റിയിൽ കിട്ടുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം, സ്റ്റേറ്റ് എയ്ഡ് എങ്ങനെയാണ് കടന്നു വന്നത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1951-54 പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. നിങ്ങൾക്ക് എല്ലാവരും അറിയാം അല്ലേ? ARCSC എന്ന് പറയും, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കൃത്യമായി നോട്ട് ചെയ്യേണ്ടതാണ്, ചോദ്യം വരാറുള്ളതാണ് കേട്ടോ. AD ഗോർവാളയായിരുന്നു ചെയർമാൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ AD ഗോർവാളയെ ചെയർമാനാക്കി മറ്റ് 3 അംഗങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ വയ്ക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ പേരാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ആ കമ്മിറ്റി പഠനമൊക്കെ നടത്തി, സഹകരണ മേഖലയുടെ വളർച്ചയും തളർച്ചയും ഒക്കെ നല്ല രീതിയിൽ പഠനം നടത്തിയതിനു ശേഷം അവർ പറഞ്ഞു, കോർപ്പറേഷൻ ഹാവ് ഫെയിൽഡ് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്നാണ്. കോർപ്പറേഷൻ ഇപ്പോൾ പ്രസ്ഥാനം വളരെ ശോചനീയാവസ്ഥയിലാണ്, പക്ഷേ ഇത് സക്സീഡ് ആയേ തീരൂ എന്നുള്ള റെക്കമെൻഡേഷൻ. ഈ കൊട്ടേഷൻ ഇതുപോലെ തന്നെ CSCB എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതാര് പറഞ്ഞ കൊട്ടേഷനാണ്? AD ഗോർവാള ചെയർമാനായിട്ടുള്ള ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പറഞ്ഞതാണ് കോർപ്പറേഷൻ ഹാവ് ഫെയിൽഡ് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്നുള്ളത്. അത് നിങ്ങൾക്കറിയാം, എനിക്കതറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ? നോക്കിയേ, 51 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി ആയിരുന്നു കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 51 അപ്പോയിന്റ് ചെയ്ത ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒരുപാട് റെക്കമെൻഡേഷൻ, മർമ്മപ്രധാനമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് നടത്തിയൊരു കമ്മിറ്റി കൂടെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാഷണലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ റെക്കമെൻഡ് ചെയ്തതിൻ്റെ അകത്ത് വരുന്ന പ്രധാന ഒരു കമ്മിറ്റി തന്നെയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ക്രോപ്പ് ലോൺ സിസ്റ്റം കൊണ്ടുവന്നു, അങ്ങനെ മാർക്കറ്റിംഗുമായിട്ടുള്ള റെക്കമെൻഡേഷൻസ്, ഇങ്ങനെ നിരവധി റെക്കമെൻഡേഷൻസ് ആര് കൊണ്ടുവന്നു? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. കൂടാതെ അവർ പറഞ്ഞ ഒന്ന് തന്നെയാണ് സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ. മക്കളെ, സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ എന്താണ്? സഹകരണ സംഘങ്ങളിൽ സംസ്ഥാന സർക്കാരും പങ്കാളിയാകണമെന്നുള്ള റെക്കമെൻഡേഷൻ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അതുപോലെ തന്നെ മറ്റൊരു കമ്മിറ്റി ഉണ്ട്, VL മേത്ത കമ്മിറ്റി. അത് നിങ്ങൾ പഠിച്ചു വെക്കണേ. VL മേത്ത കമ്മിറ്റിയും സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ഈ 2 കമ്മിറ്റികൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ. അതുപോലെ തന്നെ ചാപ്റ്റർ 6 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഓരോ ചാപ്റ്ററുകളും നമുക്കറിയാം, KCS ആക്ടിന് ചാപ്റ്ററുകളുണ്ട്, റൂളിന് അതുപോലെ തന്നെ ഉണ്ട്. റൂളിനും ടോട്ടൽ ചാപ്റ്ററുകൾ. അതായത് KCS ആക്ട് ചാപ്റ്റർ വൈസ് ആണ്. അതായത് സഹകരണ നിയമങ്ങൾ റൂളുണ്ട്, ആക്റ്റും ഉണ്ട്. റൂളും ആക്റ്റും ഉണ്ട് അല്ലേ? ചട്ടവും വകുപ്പും ഉണ്ട്. നമുക്കറിയാം എത്ര ആക്ടിന് എത്ര ചാപ്റ്ററുകൾ ഉണ്ടെന്ന്. അതിനെ ഓരോ ചാപ്റ്ററുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇന്നതെന്ന് പറഞ്ഞ് ഓരോ ചാപ്റ്ററുകളായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, റൂളുകൾക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത് 15 വരുന്നത്. 15 ചാപ്റ്ററുകളാണ് റൂളിന് വരുന്നത്. ആക്ടിന് 16 ചാപ്റ്ററുകൾ ആക്ടിന് വരുന്നുണ്ട്. KCS ആക്ടിന് 16 ചാപ്റ്ററുകൾ കേട്ടോ. അതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പഠിക്കുന്ന ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6ന്റെ പ്രത്യേകതയും നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഓരോ ആക്ടിനും ചാപ്റ്റർ ഉണ്ട് അല്ലേ? ആക്ട് ഉണ്ട്, സെക്ഷൻസ് ഉണ്ട്, റൂളുണ്ട്. ഈ സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണമാണ് റൂളിൽ സാധാരണയായിട്ട് കൊടുക്കാറുള്ളത്. അതായത് സെക്ഷൻ്റെ അകത്തുള്ള വിശദീകരണം, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം, അതിനെന്തെങ്കിലും തുക കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് റൂളിൽ പൊതുവെ പറയാറുള്ളത്. എന്നാൽ ചാപ്റ്റർ 6ന്റെ പ്രത്യേകത, അതിന് റൂളില്ല കേട്ടോ, നോ റൂൾസ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, ചോദ്യം വരാറുള്ളതാണ്. ഏത് ചാപ്റ്ററിനാണ് റൂള് ബാധകമല്ലാത്തത്, അതായത് റൂളുമായി ബന്ധമില്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 6 KCS ആക്ടിന്റെ ചാപ്റ്റർ 6ന്
റൂളില്ല, ഇതിന് റൂളില്ലാത്തതാണ്. മാത്രമല്ല ഇതുവരെ നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാന സഹകരണ ഈ നിയമത്തിന് യാതൊരു രീതിയിലും ഭേദഗതി വരാത്തൊരു ചാപ്റ്റർ കൂടിയാണ് ചാപ്റ്റർ 6 കേട്ടോ. അമെൻമെന്റുകളൊന്നും വന്നിട്ടില്ല. ഏതിനാടാ? അമെൻമെന്റുകളൊന്നും ഇതിന് വന്നിട്ടില്ല. ഏതിന്? ചാപ്റ്റർ 6-ന് അമെൻമെന്റുകൾ വന്നിട്ടില്ല. അങ്ങനെ സവിശേഷതകൾ ഏറെയുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. KCS ആക്ട് ചാപ്റ്റർ 6 സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. വളരെ ശ്രദ്ധയോടിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലായി സംസ്ഥാന സർക്കാർ, ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് കേരളയാണല്ലേ, ഗവൺമെന്റ് താഴെക്കിടയിലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക്, ദാറ്റ് മീൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സഹായം ചെയ്യാറുണ്ട്, സ്റ്റേറ്റ് എയ്ഡ് കൊടുക്കാറുണ്ട് അല്ലേ. അങ്ങനെ സംസ്ഥാനം ഇതിൽ നിന്നും, അതായത് ഈ സൊസൈറ്റികളിൽ നിന്നും, ഇവരുടെ സൊസൈറ്റികളിലുള്ള ഷെയർ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഷെയർ കോൺട്രിബ്യൂഷനിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് ചാപ്റ്റർ 42 മുതൽ 54 വരെയുള്ള ഈ ചാപ്റ്റർ 6 എന്ന് പറയുന്നത്. ചാപ്റ്റർ 6 സെക്ഷൻ 42 മുതൽ 54 വരെ വരും. അതിൽ പറയുന്നത് സംസ്ഥാന സർക്കാർ സഹകരണ സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 42 മുതൽ 52 വരെ പറയുന്നതിൽ ഷെയർ കോൺട്രിബ്യൂഷൻ ആണ്. അതായത് ഈ താഴെയുള്ള പ്രൈമറി ആയിക്കോട്ടെ, സെൻട്രൽ ആയിക്കോട്ടെ, അപ്പെക്സ് ആയിക്കോട്ടെ, സൊസൈറ്റികളിൽ നിന്നും ഷെയർ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെയർ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 42 മുതൽ 52 വരെ പറയുന്ന സെക്ഷൻസ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ 53-ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇവിടെ ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ആണ് പറയുന്നത് എങ്കിൽ ഇവിടെ ഷെയറുമായി ബന്ധമില്ലാതെ, അതായത് നോൺ ഷെയർ എന്ന് പഠിച്ചു വെച്ചു കേട്ടോ. എടാ, ഷെയറുമായി ബന്ധമില്ലാതെ മറ്റു രീതിയിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ സഹകരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നത് എന്നാണ് 53-ാമത്തെ സെക്ഷൻ പറയുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ മനസ്സിലാക്കുക, സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി 42 മുതൽ 54 വരെയുള്ള സെക്ഷൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിൽ 42-ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ വേഗം പോകുന്നു. ശ്രദ്ധിച്ചിരിക്കുക. ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്ഷൻ 42 എന്താണ്? ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിച്ചു പഠിക്കുക. സെക്ഷൻ 42 എന്താണ്? ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ്. അതായത് നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ് നേരിട്ട് ഒരു സൊസൈറ്റിയിൽ നിന്നും ഷെയർ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നോക്കിയേ, നേരിട്ട്, വേറൊന്നുമില്ല, നേരിട്ടിട്ട്, അതായത് ഇവിടെ അപ്പെക്സ് ലെവലിൽ വരുന്ന ഒരു സൊസൈറ്റി ആയിരിക്കാം ഉള്ളത്, അല്ലെങ്കിൽ താഴെ വരുന്ന സൊസൈറ്റി ഉണ്ട്, സെൻട്രൽ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രൈമറി പ്രവർത്തിക്കുന്ന അല്ലെ, ഇങ്ങനെ 3 ടയർ സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോ ഗവൺമെന്റ് നേരിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നേരിട്ട് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിൽ പങ്കാളിയാകുന്നത് എങ്ങനെയാണ് എന്നാണ് 42-ാമത്തെ സെക്ഷനിൽ പറയുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ നടത്തുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 42-ൽ പറയുന്നത്. ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. നേരിട്ട് പങ്കാളിയാകുന്നതുണ്ട്, ഇനി ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോ 42 പറയുന്നത് നേരിട്ട് ഗവൺമെന്റ് ഒരു ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിൽ പങ്കാളിയാകുന്നതിനെ കുറിച്ചാണ്. നോക്കാം, 42 സബ്സെക്ഷൻ 1 പറയുന്നത് ദ ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ലിമിറ്റഡ് ലൈബിലിറ്റി എന്നുള്ളത്. എന്താടാ? ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള സഹകരണ സംഘങ്ങളിൽ നിന്ന് മാത്രമേ ഗവൺമെന്റ് ഷെയർ കോൺട്രിബ്യൂഷനിൽ പങ്കാളിയാവും, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുള്ളൂ, ഡയറക്ട്ലി പർച്ചേസ് ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? അതായത് അൺലിമിറ്റഡ് ലൈബിലിറ്റി സംഘങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും ഗവൺമെന്റ് ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യില്ല. മറിച്ച് എങ്ങനെയാണ്, ലിമിറ്റഡ് ലൈബിലിറ്റി സൊസൈറ്റികളിൽ നിന്ന് മാത്രമായിരിക്കും ഷെയർ ക്യാപിറ്റൽ ആര് പർച്ചേസ് ചെയ്യുന്നത്, ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഗവൺമെന്റ് ഒരു സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിൽ പങ്കാളിയാകുന്നത്? എന്തുകൊണ്ടായിരിക്കും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും VL മേത്ത കമ്മിറ്റിയൊക്കെ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുത്തത് നിങ്ങൾക്ക് അറിയാമോ? കാരണം മറ്റൊന്നുമല്ല, ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ അത് കുറച്ചുകൂടെ ശക്തമായ ബാങ്ക് ആണെന്നോ ശക്തമായ സഹകരണ സംഘമാണെന്നോ
മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വിശ്വാസ്യത വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം. അല്ലാതെ ഗവൺമെന്റ് വല്ല ലാഭവും നേടാനാണോ? അല്ല. മറിച്ച് എങ്ങനെയാണ് അത് കൂടുതൽ ശക്തമാണ് എന്ന് മറ്റുള്ളവർക്ക്. അപ്പൊ ഗവൺമെന്റ് ഷെയർ ഉണ്ടെങ്കിൽ അത് ചെറിയ സംഘമല്ല, എന്താണ് ഗവൺമെന്റ് ഷെയർ ഉള്ളതാണ്, അല്ലെ? അങ്ങനൊക്കെ ചിന്ത വരാൻ വേണ്ടി ആയിരിക്കാം കൂടുതലായിട്ട് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിൽ ഗവൺമെന്റ് പങ്കാളിയാകാൻ കൂടുതൽ റെക്കമെൻഡേഷൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 42ാമത്തെ സെഷൻ പറയുന്നത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആണ്. ഡയറക്ട്ലി പർച്ചേസ് ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളിൽ നിന്ന് മാത്രമാണെന്നും മനസ്സിലാക്കി വെക്കുക. അടുത്ത പറയുന്നു, നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് എനി അഗ്രിമെന്റ് to the contrary, the government shall not be entitled to a dividend on the share capital of any such society at a rate higher than that at any which dividend is payable to any other shareholder of the society. അതായത് നമുക്ക് മനസ്സിലാകും, ഇപ്പൊ ഗവൺമെന്റ് ഒരു പാർട്ടിയാണ്, അല്ലെ? ഗവൺമെന്റ് ആരുടെ കയ്യിൽ നിന്ന് ഷെയർ എടുക്കുകയാണ് മക്കളെ? ഇതൊരു സഹകരണ സംഘമാണ് കേട്ടോ. ഈ സൊസൈറ്റിയിൽ നിന്നും ഗവൺമെന്റ് നേരിട്ട് ഷെയർ ക്യാപിറ്റൽ വാങ്ങണം. ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ഗവൺമെന്റിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? സൊസൈറ്റിയിലേക്ക് പോവുകയും ഷെയർ എങ്ങോട്ട് പോകുന്നു? ഗവൺമെന്റിലേക്ക് പോകും. അപ്പോൾ ഗവൺമെന്റ് വാങ്ങിയിരിക്കുന്ന ഈ ഷെയറിന് നമ്മൾ സാധാരണ ഒരു ലോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലിശ കിട്ടാറുണ്ട്, അല്ലേ? നമ്മൾ ആർക്കെങ്കിലും കുറച്ച് കാശ് കടം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുത്താൽ നമുക്ക് പലിശ കിട്ടും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിന് പലിശ കിട്ടും. ഗവൺമെന്റ് ഇവിടെ പൈസ കൊടുത്തിട്ട് ഷെയർ വാങ്ങുമ്പോൾ ഗവൺമെന്റ് എന്തെങ്കിലും കിട്ടണ്ടേ? ഇൻട്രസ്റ്റ് കിട്ടണ്ടേ? അപ്പൊ ഇവിടെ ഷെയർ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. എന്ത് പറയും? ഡിവിഡൻഡ് എന്ന് നമ്മൾ പറയും, അല്ലേ? ഷെയറിന് എന്ത് കിട്ടണം? ഡിവിഡൻഡ് കിട്ടണം. ഷെയറിന് ഡിവിഡൻഡ് കിട്ടണം. ഗവൺമെന്റ് മാത്രമല്ല, ഗവൺമെന്റിനെ പോലെ തന്നെ ഈ സൊസൈറ്റിയിൽ നിന്നും ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്ന മറ്റൊരുപാട് വ്യക്തികളുണ്ട്. അതിൽ ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് ആരെയും കണക്കാക്കുന്നത്? ഗവൺമെന്റിനെയും കണക്കാക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഒരു വ്യക്തിയാണ്, ഇവർക്കും ഇവിടെ ഷെയർ ഉണ്ട് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും ഇവിടെ ഷെയർ ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് ഇതിലൊരു വ്യക്തിയാണ്. ഇവർക്ക് എല്ലാവർക്കും ഡിവിഡൻഡ് കിട്ടും, ഗവൺമെന്റിനും ഡിവിഡൻഡ് കിട്ടും. പക്ഷേ ഇവിടെ പറയുന്നത് ഗവൺമെന്റ് ആണ് എന്ന് കരുതി. ഗവൺമെന്റ് എന്ന് പറയുന്നത് വലിയ പ്രസ്ഥാനമാണ്, അല്ലെ? സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കരുതുന്നത്? അപ്പെക്സ് ലെവലാണ്, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഡിവിഡൻഡ് ഗവൺമെന്റിന് കൊടുത്തേക്കാം എന്നുള്ള വിചാരം വേണ്ട. ഗവൺമെന്റിന് ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടുന്ന തുല്യമായിട്ടുള്ള അവകാശം മാത്രമേ ഡിവിഡൻഡിന്റെ മേലും ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഗവൺമെന്റിന് എല്ലാ വ്യക്തികൾക്കും കിട്ടുന്ന ഷെയർ ക്യാപിറ്റൽ അത് ഡിവിഡൻഡ് പോലെ തന്നെ ഗവൺമെന്റിനും എല്ലാവർക്കും കിട്ടുന്ന ഡിവിഡൻഡിന്റെ തുല്യ അവകാശമേ ഉള്ളൂ. അവർക്ക് പേഴ്സൻറ്റേജ് അനുസരിച്ച് മാറിയേക്കാം. അതായത് ഇപ്പൊ 10% ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 100 രൂപയ്ക്ക് ഷെയർ എടുത്തേക്കുന്നതിന് 10 രൂപ കിട്ടും, 1000 രൂപയ്ക്ക് എടുത്തേക്കുന്നതിന് 100 രൂപ കിട്ടും. അത് ശരിയല്ലേ? അപ്പം എമൗണ്ട് മാറിയേക്കാം, പക്ഷെ പേഴ്സൻറ്റേജ് സെയിം ആണെന്ന് കേട്ടോ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതായത് തുല്യ അവകാശം, അല്ലാതെ ഗവൺമെന്റിന് കൂടുതലായിട്ടുള്ള ഷെയർ ഒന്നും കിട്ടാൻ, ഷെയറിന്റെ ഡിവിഡൻഡ് ഒന്നും കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ ഗവൺമെന്റ് ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ്. ഗവൺമെന്റ് എന്തില്ല? അവകാശമില്ല. എന്തിന്? ടു ഡിവിഡൻഡ് ഓൺ ഷെയർ ഓഫ് എനി സച്ച് സൊസൈറ്റി അറ്റ് എ റേറ്റ് ഹയർ ദാൻ, മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ, ഡിവിഡൻഡ് പേബിൾ ടു അതർ ഷെയർ ഹോൾഡേഴ്സ്, മറ്റു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഷെയറിനേക്കാൾ കൂടിയ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടാനായിട്ട് ഗവൺമെന്റിന് അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ 42 വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് ആണ് സെക്ഷൻ 42. അപ്പോൾ ചാപ്റ്റർ 6ന്റെ 1ാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് 43. ഞാൻ ആദ്യം പറഞ്ഞു ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൂടാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഇത് നിങ്ങൾ ഓർത്തെ, ഒരു അപ്പെക്സ് സ്ഥാപനമാണ് കേട്ടോ. ഗവൺമെന്റ് നേരിട്ട് എന്ത് ചെയ്യും? അപ്പെക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷനും ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യുന്നു. ഇതിന് താഴെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഉണ്ടാവുമല്ലോ. എന്താണ്? സെൻട്രൽ തലത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ സൊസൈറ്റീസ് ഉണ്ടല്ലോ. സെൻട്രൽ സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ് സെൻട്രൽ സൊസൈറ്റിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് വാങ്ങാതെയും ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് മക്കളെ? ഗവൺമെന്റ് കുറച്ച് ക്യാഷ് എടുത്തിട്ട് ആർക്ക് കൊടുക്കും? അപ്പെക്സ് സ്ഥാപനത്തിന് കൊടുക്കും. മനസ്സിലായോ? ഗവൺമെന്റ് കുറെ ക്യാഷ് ആർക്ക് കൊടുക്കും? അപ്പെക്സിന് കൊടുക്കും. എന്നിട്ട് അപ്പെക്സിനോട് പറയും ഈ ക്യാഷ് ഉപയോഗിച്ചിട്ട് താഴെയുള്ള സെൻട്രൽ സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യൂ. ആർക്ക് വേണ്ടിയാണ്? ഗവൺമെന്റിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ.
അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യും? ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് സെൻട്രൽ സൊസൈറ്റിയിൽ നിന്നുള്ള ഷെയർ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഈ ഷെയർ പർച്ചേസ് ചെയ്തത് അപ്പെക്സിലേക്കാണോ പോകുന്നത്? അല്ല. ഈ ഷെയർ ആർക്കാണോ പോകുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ വാങ്ങാൻ പറഞ്ഞിരിക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ഈ ഷെയർ വാങ്ങിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഗവൺമെന്റിന് വേണ്ടിയാണ്. അപ്പോ നേരിട്ടല്ലാതെ, പ്രത്യക്ഷമല്ലാതെ, പരോക്ഷമായിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഷെയർ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് 43ാമത്തെ സെക്ഷൻ നിങ്ങൾ പഠിക്കുന്നത്. 42 ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ, 43 ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ, അത് മതി. ബാക്കി സെക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കാം. 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കേട്ടോ. നോക്കി എന്താ പറയുക? ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണീസ് ടു സൊസൈറ്റി ഫോർ പർച്ചേസ് ഓഫ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അവിടെയും ശ്രദ്ധിക്കണം, നിങ്ങൾ ഇവിടെ പഠിച്ചപ്പോൾ സെൻട്രൽ സൊസൈറ്റിയിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ ഇൻഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും. ആ സെൻട്രൽ സൊസൈറ്റിയും ലിമിറ്റഡ് ലയബിലിറ്റി തന്നെ ആയിരിക്കണം കേട്ടോ. എപ്പോഴും ലിമിറ്റഡ് ലയബിലിറ്റിയിൽ നിന്ന് മാത്രമേ ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുള്ളൂ. ഇവിടെ പറഞ്ഞോ, ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു സൊസൈറ്റി. ഗവൺമെന്റ് ഒരു സൊസൈറ്റിക്ക് പണം നൽകും. അപ്പെക്സ് എന്ന് നിങ്ങൾ മനസ്സിലോർത്തേ, ഞാൻ വരച്ചു കാണിച്ച ഗ്രാഫ് വെച്ചിട്ട് അപ്പെക്സിന് പണം നൽകും. പർച്ചേസ് ഷെയർ ഇൻ അതർ സൊസൈറ്റി, മറ്റു സൊസൈറ്റികളിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ തുക ഗവൺമെന്റ് കൊടുക്കുന്നത്. അതർ സൊസൈറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റി ആണ് കേട്ടോ. സെൻട്രൽ സൊസൈറ്റി ആണ് ശരിക്കും ഇവിടെ മീൻ ചെയ്യുന്നത് ഓർത്ത് വെക്കുക. അപ്പം ഞാൻ പറഞ്ഞ ഗ്രാഫ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പെക്സിന് പൈസ കൊടുത്തിട്ട് പറയും, നിങ്ങൾ താഴെയുള്ള സെൻട്രൽ സൊസൈറ്റിയിൽ നിന്നുള്ള ഷെയർ പർച്ചേസ് ചെയ്യൂ എന്ന് പറയും. ഇതാണ് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്. ഡയറക്റ്റ് ആണോ? അല്ല. ഇപ്പോ സെൻട്രലിന്റെ ഷെയർ ആരുടെ വന്നു? ഗവൺമെന്റിന്റെ വന്നു. നേരിട്ടാണോ? അല്ല, ഇൻഡയറക്റ്റ് ആണല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിച്ചു. അടുത്ത നോക്കിയാലോ. നോക്കൂ, സെക്ഷൻ 44. അപ്പൊ 42 എന്തായിരുന്നു മക്കളെ? ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ. 43 എന്തായിരുന്നു മക്കളെ? 43 ഇൻഡയറക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇൻഡയറക്റ്റ്, നേരിട്ടല്ലാതെ. ഇനി 44 45 പറഞ്ഞ എന്താണെന്നറിയോ? ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്. അപ്പോ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 44ലും 45ലുമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. വ്യക്തമായോ? 43ൽ പറഞ്ഞത് ഇൻഡയറക്റ്റ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് 2 രീതിയിലുണ്ട് എന്ന് 44ലും 45ലും തുടർന്നുള്ള സെക്ഷൻസിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ക്ലിയർ ആണോ? 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. എന്താണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ആ ഗ്രാഫിലൂടെ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാൻ എളുപ്പമുള്ളതുണ്ട് കേട്ടോ. എടാ മക്കളെ, ഇവിടെ അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് പണം കൊടുക്കുമെന്ന് പറഞ്ഞു, എന്നിട്ട് സെൻട്രലിൽ നിന്ന് വാങ്ങാനൊക്കെ പറയുമെന്ന് നമ്മൾ പറഞ്ഞു. സെൻട്രലൊക്കെ ഇവിടെ ഗവൺമെന്റ് കുറച്ച് പണം ആർക്ക് കൊടുക്കുന്നുണ്ട്? അപ്പെക്സിലേക്ക് കൊടുക്കും. ഈ ക്യാഷ് ആരുടെ വന്നു? അപ്പെക്സിന്റെ വന്നു. അപ്പെക്സിന്റെ കയ്യിൽ ഗവൺമെന്റ് കൊടുക്കുന്ന തുകയ്ക്ക് പറയുന്നതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഷെയർ പർച്ചേസിന് വേണ്ടി അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന തുകയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് നമ്മൾ പറയാറുള്ളത്. വ്യക്തമായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്. ഇനി ഈ തുകയിൽ എന്തെങ്കിലും ബാലൻസ് വന്നാൽ, അതായത് ഇവര് താഴെയുള്ള സൊസൈറ്റിയിൽ നിന്ന് ഒരുപക്ഷെ ഷെയർ വാങ്ങിയേക്കാം. ഏത് പൈസയിലാ? ഇവിടെ കൊടുത്ത തുകയിൽ നിന്ന്. എന്നിട്ട് മിച്ചം എന്തെങ്കിലും ആരുടെ കയ്യിലുണ്ടാവാം? അപ്പെക്സ് സൊസൈറ്റിയിൽ ബാലൻസ് തുക ഉണ്ടായിരിക്കാം. ആ ബാലൻസ് തുക ഇവരെന്ത് ചെയ്യണം? തിരികെ ഗവൺമെന്റിന് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ വരണം. അത് അറിയാമെങ്കിൽ പഠിക്കാൻ പോകുന്നത് കൂടുതൽ സിമ്പിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കാം. സെക്ഷൻ 44ന്റെ സബ്സെക്ഷൻ 1 പറയുന്നു, ആൻ അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് മണി ബൈ ഗവൺമെന്റ്. അപ്പെക്സ് സൊസൈറ്റിക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടിയ തുക അണ്ടർ സെക്ഷൻ 43. ഞാൻ പറഞ്ഞില്ലേ 43 എന്താ പറഞ്ഞത്? ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ. അപ്പം നേരിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അപ്പെക്സിൽ കൊടുത്തിട്ട്
അപ്പെക്സ് സെൻട്രലിൽ നിന്നും സെൻട്രൽ പ്രൈമറിയിൽ നിന്നൊക്കെ ഷെയർ വാങ്ങുന്നതാണ് ഇൻഡയറക്റ്റ്. അങ്ങനെ 43 പ്രകാരം ഗവൺമെന്റ് ഒരു അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന തുക വിത്ത് സച്ച് മണി എസ്റ്റാബ്ലിഷ് എ ഫണ്ട് ടു ബി കോൾഡ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അങ്ങനെ അപ്പെക്സ് സൊസൈറ്റിക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടിയ തുക വെച്ച് അപ്പെക്സ് സൊസൈറ്റി ഒരു ഫണ്ട് രൂപീകരിക്കും. ആ ഫണ്ടിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. വളരെ വ്യക്തമായിട്ട് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ് കേട്ടോ. ഗവൺമെന്റ് ആർക്ക് കൊടുത്ത പൈസയാണ്? അപ്പെക്സിന് കൊടുത്ത തുക. കണ്ടോ? അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഇസ് പ്രൊവൈഡഡ് മണി ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന തുക, ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റിക്ക് തുക കൊടുത്തു. ആ തുക വെച്ചിട്ട് ഇവരൊരു ഫണ്ട് രൂപീകരിക്കും. എസ്റ്റാബ്ലിഷ് എ ഫണ്ട്, ഒരു ഫണ്ട് അപ്പെക്സ് സൊസൈറ്റി രൂപീകരിക്കും. ആ ഫണ്ടിന് പറയുന്ന പേരാണ് കേട്ടോ. ഇവർ ഈ കിട്ടുന്ന പൈസ ഒരു ബാഗിലിട്ട് വെക്കും വല്ല ഓർത്തിരുന്നാൽ മതി മക്കളെ. ഇതിന് പറഞ്ഞ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇപ്പൊ ഈ തുകയെല്ലാം എവിടെ ഇരിക്കുന്നത്? ഇവരുടെ കയ്യിലാ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ ഇവർ സൂക്ഷിച്ചു വെക്കും. ആര്? അപ്പെക്സ് സൊസൈറ്റി. ചോദ്യം വരുന്നതാണ് CSEBക്ക്. അപ്പെക്സ് സൊസൈറ്റിക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന തുക വെച്ച് രൂപീകരിക്കുന്ന ഫണ്ട് ഏതാണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇനി ഞാൻ മറ്റൊന്നും കൂടെ പറഞ്ഞിട്ട് പോയേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടുവേ. എടേ, അപ്പെക്സ് സൊസൈറ്റി ഈ തുക സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കും. സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ സെൻട്രലിന് പ്രൈമറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തോളാൻ പറയും ഷെയർ, ഇതുപോലെ തന്നെ. അങ്ങനെ സെൻട്രൽ സൊസൈറ്റിക്ക് ഈ തുക സെൻട്രൽ സൊസൈറ്റി കൊടുക്കും. സെൻട്രൽ സൊസൈറ്റി ഉടനെ ഇത് വെച്ചിട്ട് സെൻട്രൽ സൊസൈറ്റി ഒരു ഫണ്ട് രൂപീകരിക്കും. ആ ഫണ്ടിന് പറയുന്ന പേരാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കേട്ടോ. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി രൂപീകരിക്കുന്ന ഫണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സെൻട്രൽ സൊസൈറ്റി രൂപീകരിക്കുന്ന ഫണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. എന്തിനു വേണ്ടിയാ? ഗവൺമെന്റിന്റെ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത പറയുന്നത് സബ്സെഷൻ 2 ആണ്. അപ്പെക്സ് സൊസൈറ്റി ഷാൽ യൂട്ടിലൈസ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഫോർ ദ പർപ്പസ്. അതായത് നമ്മൾ പറഞ്ഞു അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് ഗവൺമെന്റ് തുക കൊടുത്തിട്ടുണ്ട്. അപ്പെക്സ് സൊസൈറ്റി ആ തുക വെച്ചിട്ടൊരു ഫണ്ട് രൂപീകരിച്ചു. അതിന്റെ പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അതിന്റെ പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഈ തുക അപ്പെക്സ് സൊസൈറ്റിക്ക് അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. അവർ എന്തിനു വേണ്ടിയൊക്കെ ആയിരിക്കണം ഈ കൊടുത്തിരിക്കുന്ന തുക എന്തിനൊക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് 2 പറയുന്നത്. ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് മറ്റ് സൊസൈറ്റികളിൽ നിന്നും, അവരുടെ താഴെയുള്ള സൊസൈറ്റികളിൽ നിന്നും നേരിട്ട് ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈ തുക ഉപയോഗിക്കാം. ഏത് തുകയാണ് മക്കളെ? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് മറ്റുള്ള സൊസൈറ്റിയിൽ നിന്ന്, അതിന്റെ അർത്ഥം സബ്സിഡറി ആയിട്ട്, അതിന്റെ അർത്ഥം താഴെ വരുന്നതാണ് കേട്ടോ. അവരുടെ താഴെ വരുന്ന സെൻട്രൽ സൊസൈറ്റിയാണ് ഇവിടെ അതർ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു അപ്പെക്സ് സൊസൈറ്റിക്ക് തുക കിട്ടും അല്ലെ. അപ്പെക്സ് സൊസൈറ്റിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ സൊസൈറ്റിയിൽ നിന്നും വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിക്ക് ഡയറക്ട്ലി പർച്ചേസിങ്, ഡയറക്റ്റ് ആയിട്ട് സെൻട്രലിൽ നിന്നും ആ ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഇനി ബിയിൽ പറയുന്നു പ്രൊവൈഡിങ് മണി ടു സെൻട്രൽ സൊസൈറ്റി ടു എനേബിൾ ദാറ്റ് സൊസൈറ്റി ടു പർച്ചേസ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് വേണമെങ്കിൽ ഇപ്പൊ ഈ തുക ഇവിടെ കിട്ടിയല്ലേ, ഗവൺമെന്റ് ഈ തുക ആർക്ക് കൊടുത്തു? അപ്പെക്സിൽ കൊടുത്തു. അപ്പെക്സ് ഇത് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെൻട്രലിൽ കൊടുത്ത് ഷെയർ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ സെൻട്രലിൽ കൊടുത്തിട്ട് അവരോട് പറയാം, താഴെ വരുന്ന പ്രൈമറി സൊസൈറ്റീസ് ഉണ്ടല്ലോ, പാക്സ് ഒക്കെ, നിങ്ങൾ സെൻട്രൽ സൊസൈറ്റിയോട് പറയും നിങ്ങൾ താഴെ വരുന്ന സൊസൈറ്റിയിൽ നിന്നും ഷെയർ പർച്ചേസ് ചെയ്യാൻ ആര് പറയും? അപ്പെക്സ് സെൻട്രലിനോട് നിർദ്ദേശം കൊടുക്കും. അപ്പോൾ അപ്പെക്സ് കൊടുക്കുന്ന തുക വേണമെങ്കിൽ ഇതിന്റെ തുകയ്ക്ക് തുല്യമായിട്ടുള്ള ഷെയർ അപ്പെക്സിന് പർച്ചേസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇവർ കൊടുത്തിരിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് പാക്സിന്റെ ഷെയർ ഇവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതും ആർക്ക് തന്നെ പോകുന്നതാണ്? ഗവൺമെന്റിന് തന്നെയാണ് പോകുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അപ്പെക്സിന് കിട്ടുന്ന തുക നേരിട്ട് സെൻട്രലിൽ നിന്ന് ഷെയർ വാങ്ങാം. അല്ലെങ്കിൽ അപ്പെക്സിന് പറയാം, സെൻട്രലിനോട് പറയാം, നിങ്ങൾ താഴെയുള്ള സൊസൈറ്റിയിൽ നിന്നും
ലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങളുടെ ഷെയർ പർച്ചേസ് ചെയ്യൂ എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. സി പറയുന്നു മേക്കിംഗ് പേയ്മെന്റ്സ്. സി പറയുന്നത് ശ്രദ്ധിക്കണേ. മേക്കിംഗ് പേയ്മെന്റ്സ് ടു ദ ഗവൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ ആൻഡ് ഫോർ നോ അതർ പർപ്പസ്. അതായത് ഗവൺമെന്റ് പേയ്മെന്റ്സ് ടു ദ ഗവൺമെന്റ്, മേക്കിംഗ് പേയ്മെന്റ്സ് ടു ദ ഗവൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത്, അതായത് ഇതിൽ എന്തെങ്കിലും ബാലൻസ് അപ്പെക്സിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ആർക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. അതിന്റെ ഡിവിഡൻഡ് അല്ല, ആർക്ക് തന്നെ കൊടുക്കണം, ഗവൺമെന്റിന് തന്നെ തിരികെ കൊടുക്കണം. നിങ്ങൾ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 44. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് അതോടിച്ചൊന്നുകൂടെ പറയാം. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. ഗവൺമെന്റ് നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പെക്സ് സൊസൈറ്റിയോട് പറയുന്ന അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന തുകയാണ്. ആ തുക വെച്ച് ഇവർ രൂപീകരിക്കുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. എന്നിട്ട് അതിന് താഴെ സെൻട്രൽ സൊസൈറ്റി ഉണ്ടാവും. ഈ തുക എങ്ങനെയൊക്കെയാണ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നാണ് ഇവിടെ പറഞ്ഞത്. വേണമെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിക്ക് ഇവിടേക്ക് കിട്ടിയിരിക്കുന്നത് 10,000, കുറഞ്ഞ തുക, ഞാൻ വെറുതെ എക്സാമ്പിൾ പറയാണ്, 10,000 രൂപയാണ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ ഉള്ളത് എങ്കിൽ വേണമെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയുടെ 10,000 രൂപ വിലയുള്ള ഷെയർ ആർക്ക് പർച്ചേസ് ചെയ്യാം, നമ്മുടെ അപ്പെക്സ് സൊസൈറ്റിക്ക് ഷെയർ പർച്ചേസ് ചെയ്യാം. അല്ല എങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 10,000 രൂപയും ഇവിടെ കൊടുത്തതിന് ശേഷം 10,000 രൂപയും സെൻട്രലിൽ കൊടുക്കും. സെൻട്രലിനോട് എന്നിട്ട് പറയും താഴെയുള്ള പ്രൈമറി സൊസൈറ്റിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യുക. അങ്ങനെ ഈ തുകയ്ക്ക് 10,000 രൂപയ്ക്ക് പ്രൈമറി സൊസൈറ്റിയുടെ ഷെയറുകൾ വേണമെങ്കിൽ അപ്പെക്സിന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പെക്സ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിയാലും ഒടുവിൽ ഇത് ആർക്ക് തന്നെയാ, ഗവൺമെന്റ് അവകാശപ്പെട്ടതാ. അപ്പൊ രണ്ട് ഉപയോഗം പറഞ്ഞു. നേരിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് സെൻട്രലിൽ കൊടുത്ത് അവരെ കൊണ്ട് താഴെയുള്ള സൊസൈറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ അപ്പെക്സിന് സാധിക്കും എന്ന് പറഞ്ഞു. ഇനി ഒരു ഉപയോഗം പറയുന്നത് എന്തെങ്കിലും തുക ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ആർക്ക് തന്നെ കൊടുക്കണം, ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പിന്റെ ബാലൻസോ എന്ത് കാര്യങ്ങളോ അത് ഗവൺമെന്റ് തന്നെ തിരികെ നൽകണം. അവർക്ക് ഉപയോഗിക്കാൻ അവകാശം ഇല്ല എന്നാണ് സെക്ഷൻ 44 പറയുന്നത്. വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി 45 നമുക്ക് പോകാം കേട്ടോ. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണം, കാരണം ഇതിൽ നിന്ന് ചോദ്യം വന്നാൽ മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ പാടില്ല. 45 സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഗവൺമെന്റ് അപ്പെക്സിൽ കൊടുത്ത തുകയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ആ തുക സെൻട്രലിൽ കൊടുത്തതിന്റെ പേരാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. നോക്കാം. സെൻട്രൽ സൊസൈറ്റി which is provided with money by an apex society from the principal state partnership fund shall be with such money establish a fund to be called subsidiary state partnership fund. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തേ, ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കിട്ടിയ തുകയെ അപ്പെക്സിൽ വന്നാണ് അപ്പെക്സ് സൊസൈറ്റികൾക്കാണ് തുക കിട്ടുന്നത്. ആ അപ്പെക്സ് സൊസൈറ്റി രൂപീകരിക്കുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സെൻട്രൽ സൊസൈറ്റിയിലേക്ക് ഈ തുക കൊടുക്കുമ്പോൾ സെൻട്രൽ സൊസൈറ്റികൾ രൂപീകരിക്കുന്ന ഫണ്ടാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പം ആക്ച്വലി ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പിൽ ഫണ്ടിൽ നിന്നുമാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണേ? അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലേ? ബാക്കി നമുക്ക് നോക്കാം. നോക്കി എവിടെ പറയുന്നത് സെൻട്രൽ സൊസൈറ്റി. അപ്പൊ സെൻട്രൽ സൊസൈറ്റി ആണ് ഏത് രൂപീകരിക്കുന്നത്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നത്. സെൻട്രൽ സൊസൈറ്റി which is provided with money by an apex society. apex society സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കുന്ന തുകയിൽ നിന്നും അവർ രൂപീകരിക്കുന്ന ഫണ്ടാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇത് ഏതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പർച്ചേസിംഗ് ഷെയർസ് ഓഫ് പ്രൈമറി സൊസൈറ്റി. അതായത് സെൻട്രൽ സൊസൈറ്റികൾക്ക് കിട്ടിയ ഈ തുക വെച്ച് പ്രൈമറി സൊസൈറ്റികളുടെ ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി അല്ലാത്ത പക്ഷം അവർക്ക് വേറെ സൊസൈറ്റികളുണ്ടോ അതിന് താഴെ? ഇല്ല. അതുകൊണ്ട് മറ്റു സൊസൈറ്റി വാങ്ങുമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? പറ്റില്ല. കാരണം ഏറ്റവും താഴെയുള്ളതാണ് പ്രൈമറി സൊസൈറ്റീസ് അല്ലേ. അപ്പോൾ ഒന്നാമതായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ ആർക്ക്, സെൻട്രൽ സൊസൈറ്റികൾക്ക് പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാം. അല്ല എങ്കിൽ മേക്കിംഗ് പേയ്മെന്റ്സ് ടു ദ അപ്പെക്സ് സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ ചാപ്റ്റർ ആൻഡ് നോ ഫോർ അതർ പർപ്പസ്. അതായത് വേണമെങ്കിൽ അവർക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം, പ്രൈമറിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാം. അല്ല എങ്കിൽ അതിന്റെ ബാലൻസ് തുക നേരിട്ട് എങ്ങോട്ട് കൊടുക്കണം? പേയ്മെന്റ് ടു അപ്പെക്സ് സൊസൈറ്റി. എവിടെ കൊടുക്കണം? കാരണം അപ്പെക്സ് സൊസൈറ്റി അല്ലേ ഈ പൈസ ആർക്ക് കൊടുത്തത്? സെൻട്രലിന് കൊടുത്തത്.
അപ്പൊ സെൻട്രൽ ആർക്ക് തിരിച്ചു കൊടുക്കണം? അപ്പെക്സിന് തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ ആണേ. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കണം. തിരിച്ച് അപ്പെക്സിന് കൊടുക്കും. അപ്പെക്സ് ആർക്ക് കൊടുക്കും? ഗവൺമെന്റിന് കൊടുക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഈ സെക്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകണം. എങ്ങനെയാണെങ്കിലും ഇതിൽ നിന്നൊരു മാർക്ക് കിട്ടും. നേരിട്ട് ചോദിക്കുന്നതാണ് സെക്ഷൻ 44, 45 നേരിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷൻസ് ആണ്. അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അടുത്ത ചാപ്റ്ററുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലെല്ലാം പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും ഇത് നന്നായിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളുടെ സംഘത്തിൻ്റെ മാത്രം ഷെയറുകളാണ് ഗവൺമെൻറ് വാങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 43, 44, 45 തുടങ്ങിയ സെക്ഷൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. 42 എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യുന്നു. 43 ഇൻഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നു എന്നാണ് 44ലും 45ലും പറയുന്നത്. വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടുത്ത നല്ല ക്ലാസ്സിൽ കാണുന്നവരെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠനത്തിൽ ഫോക്കസ്ഡ് ആകുക. ഇതിന്റെ ബാലൻസ് പോർഷൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. അതുവരെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നന്നായി പരിശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്ന ജോലി നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.